അസ്സലാമലൈക്കും ഗൈസ്. അങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് നമ്മളൊരു വ്ളോഗ് ഇടുന്നത്. ഏകദേശം 2 മാസം. 2 മാസം. അപ്പൊ ഒന്നിപ്പോ റമദാനൊക്കെ അല്ലേ ഇപ്പോഴാരാ അങ്ങനെ നോക്കി 2 മാസത്തിന് ശേഷം നമ്മൾ വ്ളോഗ് ഇടുന്നത്. ഇപ്പൊ റമദാനായി. അപ്പൊ ഇന്ന് നമ്മള് ഒരു നോമ്പ് ഓർക്കുന്ന ഒരു വ്ളോഗ് ഇടാൻ വിചാരിച്ചു. നമ്മള് ഒന്ന് നോളസിറ്റി വരെ പോകാൻ വിചാരിച്ചു. നമ്മള് തനുവിന്റെ ആടാണുള്ളത്. തനു ഡ്രസ്സ് മാറ്റിട്ട് ഇപ്പൊ വരും. ഗൈസ് നമ്മളിങ്ങനെ നമ്മളെ സബ്സ്ക്രൈബർ ആണ് ഈ കാണുന്നത്. നമ്മളെ ഫസ്റ്റ് സബ്സ്ക്രൈബർ അല്ലാനോ? അതെ, നമ്മളെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകുന്ന നമ്മളൊരു സപ്പോർട്ടീവ് ആയുള്ള സബ്സ്ക്രൈബർ ആണ്. ഓക്കെ, 6:08 ഇനി എത്ര മണിക്കൂറുണ്ട്, അല്ല എത്ര പോവാണ്ട് അറിയോ? 25 അരമണിക്കൂറേറ്റം പോവാണ്ട്. കറക്റ്റ് ടൈമിനാക്കി എത്തുക. വണ്ടിയിട് ഗൈസ്. ഇതാ പോണ വഴിക്ക് ഒന്നുകൂടി പോയി തിരിച്ചു വന്നതാ. ഹെൽമെറ്റ് എടുത്തില്ല. ഹെൽമെറ്റ് എടുക്കാൻ മറന്നേ. അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ചു. ഇനി നേരെ വിടാ. അങ്ങനെ നമ്മള് ഇതാ നോളേജ് സിറ്റിയിലെത്തി. 100-110 നമ്മൾ പറഞ്ഞത് അല്ലേ തനു? അതിന് ബാങ്ക് കൊടുക്കാൻ വെറും 2-3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ നമ്മളാ വരുന്നത് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടാണ് എത്തുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഗൈസ്. എങ്ങനെ ഉണ്ടായി ഫുഡ്? കുഴപ്പമില്ല, അടിപൊളി. അങ്ങനെ ഗൈസ് നമ്മള് നിസ്കരിച്ചു കഴിഞ്ഞു വന്നു. നമ്മള് നേരെ ചുരത്തിലേക്ക് പോലെ വിചാരിക്കുന്നു. ഗൈസ് ചുരത്തിൽ വരാൻ പറ്റിയ കറക്റ്റ് ടൈമാണ്. കാരണം എപ്പോഴും നോക്കി ഒരാളും ഇല്ല ചുരത്തിലൊന്നും. നമ്മള് മാത്രമേ ഉണ്ടാവും ചുരത്തില്. ഒരു മനുഷ്യന്മാരെ നോമ്പായോട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഗൈസ് നമ്മൾ 4-ാം വളവിലേക്ക് എത്തിയിരിക്കുന്നു. 4-ാം വളവിൽ ഒരു ചായ സ്പോട്ട് തപ്പി പോവാണ്. നല്ല കാടമുസും ചായയും നോമ്പുറന്നിട്ട് ഏതാ ഗൈസ്. ഒരു കാടമുട്ട എടുത്തിട്ട് ചായ, ചൂട് ചായ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? നോമ്പ് തുറന്നതിന്റെ ഒരു ചായ എങ്ങനെ ഉണ്ടാവും എക്സ്പീരിയൻസ്? അത് പറഞ്ഞാൽ മനസ്സിലായില്ല. അതും അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വരുന്ന ഒരു മാങ്ങ കാടമുട്ടന്റെ അടുത്ത് കണ്ടില്ലേ ഒരു മസാല വരാത്ത. ഇതുപോലാണ് നമ്മൾ ഓരോ ജീവിതവും. അതെ, ഇത്രയും നല്ല ആൾക്കാരെ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു ചിന്തമേ ആണ്ടിനെ ഷുഗർ കട്ടാന്ന് ഒരു ചായ അടിച്ചില്ല, പക്ഷെ അതിനെക്കാട് ഷുഗറില്ല ലൈം കുടിച്ചു. എന്ത് ചെയ്യാനാ, പ്രകോപിപ്പിച്ചാ പിന്നെ കുറിച്ച്. കുറച്ച് അരിനെല്ലിക്ക വാങ്ങി. എടാ അങ്ങെന്തോ 2 അറിയത് ഒരേലുള്ള അരിനെല്ലിക്കാണ്. ഇവിടെ വന്ന് ഞാൻ പൈസ കൊടുത്ത് വാങ്ങി തിന്നത്. കഷ്ടാണ്. ഒരേ ഉമ്മയൊക്കെ കണ്ട തച്ച ഓടിക്കണോ. തിന്നാറില്ല. 20 ഉറുപ്പ്യക്ക് അരിനെല്ലിക്ക വരുമെന്ന് പറഞ്ഞു. നമ്മളിതാക്കി ബാക്കി 10 ഉറുപ്പ്യാണ്. അരിനെല്ലിക്ക എടുക്കട്ടെ കഴിച്ചു. 20 ഉറുപ്പ്യ നമ്മൾ 10 ഉറുപ്പ്യ വാങ്ങി. നമ്മളടുത്ത കളി ബിസിനസ്സേ. ഏതായാലും കഴിച്ചു. ഇനി നമുക്ക് നേരെ ചുരത്തേക്ക് പോവാം. അതെ, 10-ാം വളവ് പോയി തരാം. അങ്ങനെ നമ്മൾ എത്രാമത്തെ ഇല്ലുള്ളത്? 9-ാമത്തെ. 9 വളവല്ലേ ഉള്ളൂ. എത്ര വളവുള്ള നിങ്ങൾ കമന്റ് ചെയ്യ ഗൈസ്. ഇവിടേക്കൊക്കെ ഫോം വീണാനുള്ളൊരു അവസ്ഥ. നമ്മള് പോയ നോളേജ് സിറ്റി ഒക്കെ ഇവിടെ നാട് നോക്കിയാൽ കാണാതാ. അതൊക്കെയാണ് നമ്മൾ പോയ നോളേജ് സിറ്റി. കുറച്ച് കോപ്പിറൈറ്റ് ഒന്നാവില്ല ഗൈസ്. അങ്ങനെ നമ്മള് 9-ാം വളവില് നമ്മള് 2 ആള് മാത്രം. ഏറ്റവും ബെസ്റ്റ് ഇതാട്ടോ. അതെ അതെ, ബെസ്റ്റ് ടൈമാണ്. ഒരു മനുഷ്യന്മാരുണ്ടാവില്ല. പക്ഷെ എനിക്ക് ആകെയുള്ള സങ്കടം എന്താ വെച്ചാല്, അതെ തറാവി പോയില്ല ഇന്നത്തെ.
അതല്ല ഡയമണ്ട് ഉണ്ട് കിട്ടായിരിക്കും. ഡയമണ്ട് കിട്ടും. അതെ ശരിയല്ലോ. പിന്നെ ഈ 10 റക്കാത്ത് കഴിഞ്ഞത് മനസ്സിലാണേല് തനു വരുന്ന ടൈമാണ്. കറക്റ്റ് കാട്ടി ചോദിച്ചു മതിയാവും. കറക്റ്റ് വിജി ഒരു 10 റക്കാത്തായെന്ന് അറിയാം. 10 റക്കാത്തായ റെഡ് ടൈം നടത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അങ്ങനെയൊക്കെ ഒരാളെ നാട്ടിലുണ്ടായാലും വേണല്ലോ. ഞാൻ 10-നെത്തേലും 8-നൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കാണല്. ഗായ്സ് അങ്ങനെ നമ്മള് ചുരത്തുനിന്ന് പോവാണ്. അതെ നമ്മളൊരു ചലഞ്ചിലാണ് ഇപ്പൊ ഉള്ളതാ. വണ്ടി ഓണാക്കാണ്ട് ഏടം വരെ പോവും നോക്കാം നമുക്ക്. അതായത് വണ്ടി സ്റ്റാർട്ട് ആക്കിയില്ല, ലൈറ്റ് മാത്രമേ ഓണാക്കിയുള്ളൂ. ഏടം വരെ പോവും നമുക്ക് നോക്കി നോക്കാം. നമ്മൾ തിരിച്ചു വന്നു പിന്നെ അരിനെല്ലിക്ക വാങ്ങാൻ ഗൈസ്. ഗൈസ് അങ്ങനെ ഇപ്പൊ നമ്മള് 4-ാം വളവ് നേരെ ഇങ്ങനെ ചുരമൊക്കെ ഇറങ്ങിയത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. തനുവിന് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി കയറിയതാ, പെരുന്നാൾ ഷർട്ട്. വെറുതെ ഇതൊന്നും അല്ല കേട്ടോ, ഇതൊരു ലാർജ് ഇത് കിട്ടില്ല, സാറ്റിസ്ഫൈ കിട്ടില്ല. അപ്പം നമ്മൾ ഡ്രസ്സ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് എന്നാ പെട്ടെന്ന് ഒന്നും സെറ്റ് ആവില്ല. സെറ്റ് ആണേല് എടുത്തിട്ട് അതില് 49 റെഡി ആയാ റെഡി അല്ലേ. ഭയങ്കര കഷ്ടാ. ഇവിടെ താമരശ്ശേരി മൊത്തം കറങ്ങി കിട്ടിയില്ല. ഒരു ഡാമേജാ എടുക്കണ്ട. ഇതാണ് ഞാൻ എടുക്കാറ്. 10 നോക്കിട്ട് എടുക്കുന്ന ഡ്രസ്സ് കേറി ഒറ്റ മൈൻഡില് ഡ്രസ്സ് ഇങ്ങ് തൂക്കി അല്ലേ. ഒരു ഡൗട്ടുള്ള നിജമായി ഡൗട്ടൊന്നുമില്ല, കേറിയാ എടുക്കാ പോരാ അത്ര. അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. വെറും 2 മാസത്തിന് ശേഷം നമ്മൾ വ്ലോഗ് ഇടുന്നത്. അതെ, കണ്ടന്റ് കുറച്ച് ഇതായിട്ടാണ്. അപ്പൊ ഗൈസ് ഇപ്പൊ എല്ലാരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലേങ്കട്ട്. അപ്പൊ ഗൈസ് 2 മാസത്തിന് ശേഷമാണ് നമ്മളിപ്പോ ഒരു വ്ലോഗ് ഇടുന്നത്. അതെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാൻ. നമ്മുടെ ക്യാമറമാൻ ബാബി ജവാനോടൊപ്പം ഇറ്റ്സ് മീ മൗലിക സൈനിങ് ഔട്ട്.